കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ പരീക്ഷ നമ്മൾ പൊളിക്കും. ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നല്ലേ? എല്ലാവർക്കും ഏകന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള ചില വിലപിടിപ്പുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ആദ്യമായിട്ട് റോങ് വേ ഓഫ് ലേണിംഗ് അല്ലെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റായ ഒരു പഠന രീതി നമ്മൾ എന്ത് ചെയ്യരുത്, ആശ്രയിക്കരുത്. അതായത് ചില കുട്ടികളുണ്ട്, ചില സബ്ജക്റ്റിനോട് ഇഷ്ടം മൂത്തിട്ട് അത് മാത്രം അങ്ങ് പഠിക്കും. ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ജയിക്കുകയും വേണം, മുഴുവൻ സബ്ജക്റ്റിലും നമുക്ക് A+ വാങ്ങുകയും വേണം. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, പക്ഷേ റിവൈസ് ചെയ്യാനുള്ള സമയം അവർക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് മക്കളോട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള നല്ല പഠന രീതികൾ ആശ്രയിക്കുന്നതോടുകൂടി നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ഏകൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. നോ കൺസിസ്റ്റൻസി, സ്ഥിരതയില്ലായ്മ. അതായത് ഇന്ന് ഞാൻ 8 മണിക്ക് പഠിക്കുന്നു, പിറ്റേ ദിവസം ഞാൻ പഠിക്കുന്നില്ല, അതിന്റെ പിറ്റേ ദിവസം ഞാൻ 11 മണി പഠിക്കുന്നു. അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കരുത്. കൃത്യമായിട്ട് ഒരു സമയം ഫിക്സ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ ആവർത്തിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് ആ ഒരു സ്ഥിരത നിങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും. അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറി. സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ടുള്ള ഫോക്കസ് നിങ്ങൾക്ക് പഠനത്തിൽ കിട്ടും. പല കുട്ടികളും നമ്മളോട് പറയുന്നുണ്ട്, സാർ പഠനത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല, അതാണ് ഇതാണ് എന്നുള്ളതിന്. അതിന് ഏറ്റവും നല്ല പ്രതിവിധി എന്താണ്? കൃത്യമായ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, അഥവാ സ്ഥിരത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ഏരിയയിലേക്ക് പോവാം. ലോ ഇന്റൻസിറ്റി. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും വീറോടും അതേപോലെ തന്നെ ഏറ്റവും നല്ല വാശിയോടും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. വാശി എന്ന് ഉദ്ദേശിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള വാശിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം എപ്പോഴും മക്കൾ ഓർക്കേണ്ടത്, എത്രമാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ കൃത്യതയോടുകൂടി എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. താഴ്ത്തി അല്ലെങ്കിൽ ലോ ഇന്റൻസിറ്റിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് റിക്കവറി അല്ലെ. അതായത് ഈ ഉറക്കവും ഭക്ഷണവും ഒക്കെ നമുക്ക് കൃത്യമായ അളവിൽ വേണം. പല കുട്ടികളും കാണാറുണ്ട്, ഇപ്പോൾ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് സമയം ഉറക്കം വിളിച്ചെറിഞ്ഞ് പഠിക്കും. അത് അവരെ ആരോഗ്യത്തിനെ ബാധിക്കും. അവർക്ക് കൃത്യമായിട്ട് ഓർത്തെടുത്ത് എഴുതാനുള്ള കഴിവ് അതില്ലാതാക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ എന്ത് ചെയ്യുക, ഉറക്കവും കൃത്യമായിട്ടുള്ള ഭക്ഷണവും നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപാട് ദിവസത്തെ നിരന്തരമായ നമ്മളെ ആ ഒരു പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ലുകളാണിത്. അപ്പൊ ഏകന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ സ്കില്ലുകളൊക്കെ തുടക്കം മുതലേ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നം, നമ്മുടെ SSLC എന്ന് പറഞ്ഞിരിക്കുന്ന സ്വപ്നം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഏറ്റവും മികച്ച മാർക്കോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാകാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഏകണിന്റെ മുഴുവൻ ക്ലാസ്സുകളും, അതായത് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ കണ്ടന്റ് വീഡിയോസുകളുണ്ട്, ഷോർട്ട് ട്രിക്കി വീഡിയോസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചിൽഡ്രൻസ്, ഗുഡ് ബൈ.